വീണ്ടും നിപ്പ രോഗം പടരുമ്പോൾ ഭയമല്ല ജാഗ്രതയാണ് വേണ്ടതെന്ന് ആരോഗ്യവകുപ്പ്. മഹാമാരിയെ പലതവണ അതിജീവിച്ചവരാണ് നമ്മളെന്ന ബോധ്യത്തിലുള്ള അതിജാഗ്രതയും ചിട്ടയായ പ്രതിരോധവുമാണ് ആവശ്യം. നിപ്പയ്ക്കെതിരെ വീണ്ടും ഒരു പോരാട്ടത്തിനൊരുങ്ങുന്ന ആരോഗ്യവകുപ്പിന്റെയും കോഴിക്കോട് മലപ്പുറം ജില്ലാ ഭരണകൂടത്തിന്റെയും കൈമുതലും ആത്മവിശ്വാസവും ഇതുതന്നെയാണ്. ആദ്യ വരവിൽ തന്നെ വൈറസ് ബാധിച്ച കോഴിക്കോട്ടെ നഴ്സിംഗ് വിദ്യാർത്ഥിയെയും മലപ്പുറത്തെ യുവാവിനെയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ചികിത്സയ്ക്കൊടുവിൽ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്ന നമ്മുടെ ചരിത്രമായ മുന്നേറ്റം ഈ രംഗത്തുണ്ട്. 2018 മെയ്യിൽ സംസ്ഥാനത്ത് ആദ്യമായി പേരാമ്പ്രയിലെ സൂപ്പിക്കടയിൽ നിപ്പ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്തത്. കടുത്ത പനിയെ തുടർന്ന് ഒരാളെ പേരാമ്പ്ര ആശുപത്രി, കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി എന്നിവിടങ്ങളിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. പിന്നീട് ഇവിടങ്ങളിൽ നടത്തിയ പരിശോധനയിൽ മറ്റുള്ളവരിലേക്ക് പടർന്നു. 20ഓളം പേർക്ക് വൈറസ് ബാധ ഉണ്ടാവുകയും 2 പേരൊഴികെ ജീവൻ നഷ്ടപ്പെടുകയുമുണ്ടായി. നഴ്സ് ലിനിയും മരിച്ചവരിൽ പെടുന്നു. പിന്നീട് 2019 എറണാകുളത്ത് രോഗം റിപ്പോർട്ട് ചെയ്തെങ്കിലും പെട്ടെന്ന് ശമനമുണ്ടായി. തുടർന്ന് 2021 സെപ്റ്റംബറിൽ കോഴിക്കോട് ചാത്തമംഗലം വൈറസ് ബാധയുണ്ടായി. 12കാരൻ മരിച്ചു. 2023 ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായി കുറ്റ്യാടിക്കടുത്ത് മരുത്തോങ്കര, ആയഞ്ചേരി എന്നിവിടങ്ങളിൽ 2 പേർ നിപ്പ ബാധിച്ചു മരിച്ചു. എന്നാൽ രോഗം ബാധിച്ച 12കാരനെ ഉൾപ്പെടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞു. ആദ്യഘട്ടമായി താരതമ്യം ചെയ്യുമ്പോൾ നിപ്പയെ പ്രതിരോധിക്കാനുള്ള ഒട്ടനവധി പഠനങ്ങൾ നടത്തിയെന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വൈറോളജി ലാബ് ഉൾപ്പെടെ സംവിധാനങ്ങൾ ഒരുക്കിയെന്നും നേട്ടങ്ങളാണ്. ഇപ്പോഴിതാ വീണ്ടും നിപ്പ എന്ന മഹാമാരി കേരളത്തെ പിടിച്ചുകുലുക്കാൻ വീണ്ടും വന്നിരിക്കുകയാണ്. കേരളത്തിൽ വീണ്ടും നിപ്പ വൈറസ്. മലപ്പുറം പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരി സ്വദേശിയായ 14കാരനാണ് രോഗം സ്ഥിരീകരിച്ചത്. മന്ത്രി വീണ ജോർജ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പൂനെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിൽ അയച്ച സാമ്പിൾ ഫലം പോസിറ്റീവായതോടെയാണ് സ്ഥിരീകരണം ഉണ്ടായത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വെന്റിലേറ്ററിലാണ് ഇപ്പോൾ കുട്ടി. സമ്പർക്ക പട്ടികയിൽ 214 പേരെ നിരീക്ഷണത്തിലാക്കി. ഹൈറിസ്ക് വിഭാഗത്തിലായതിനാൽ ഇതിൽ 60 പേർ സാമ്പിളുകൾ പരിശോധിക്കും. സമ്പർക്കം സംശയിക്കുന്ന ഒരു കുട്ടി ഇന്നലെ വൈകിട്ടോടെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിപ്പ സ്ഥിരീകരിച്ച കുട്ടിക്ക് 10നാണ് പനി ബാധിച്ചത്. 19 കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. അവിടെ നടത്തിയ സ്രവ പരിശോധനയിൽ ഫലം പോസിറ്റീവായതോടെ മെഡിക്കൽ കോളേജ് മൈക്രോബയോളജി വിഭാഗത്തിലെ റീജിയണൽ വൈറസ് റിസർച്ച് ആൻഡ് ഡയഗ്നോസ്റ്റിക്സ് ലബോറട്ടറിയിലും തിരുവനന്തപുരത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജിയിലും പൂനെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി ലാബിലും സ്രവം പരിശോധിച്ചു. നിപ്പ രോഗബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കുട്ടിയുടെ വീട് ഉൾപ്പെടെയുള്ള മലപ്പുറത്തെ പാണ്ടിക്കാട് പഞ്ചായത്തിലും സ്കൂൾ ഉൾപ്പെടെയുള്ള ആനക്കയം പഞ്ചായത്തിലും ഏർപ്പെടുത്തിയ നിയന്ത്രണം ഇന്നു മുതൽ നിലവിൽ വരും. ആൾക്കൂട്ടം ഒഴിവാക്കണം. ഈ പഞ്ചായത്തുകളിൽ കടകൾ രാവിലെ 10 മണി മുതൽ 5 മണി വരെ മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ. മദ്രസ, ട്യൂഷൻ സെന്ററുകൾ തുടങ്ങിയവ പ്രവർത്തിക്കരുത്. ജില്ലയിൽ പൊതുയിടങ്ങളിൽ ഇറങ്ങുന്നവർ എല്ലാവരും മാസ്ക് ധരിക്കണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു. തിയേറ്ററുകൾ അടച്ചിടും. കുട്ടിയുമായി സമ്പർക്കമുണ്ടായവർ ഉടൻ ആരോഗ്യവകുപ്പിനെ വിവരം അറിയിക്കണമെന്നും നിർദ്ദേശമുണ്ട്. മലപ്പുറം PWD റെസ്റ്റ് ഹൗസിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ തുറന്നു. അനാവശ്യമായ ആശുപത്രി സന്ദർശനങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ 214 പേരാണുള്ളത്. ഇതിൽ അടുത്തിടപഴകിയ 60 പേരാണ് ഹൈറിസ്ക് വിഭാഗത്തിലുള്ളത്. ഹൈറിസ്ക് വിഭാഗത്തിലുള്ള എല്ലാവരുടെയും സാമ്പിളുകൾ പരിശോധിക്കും. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ 30 ഐസൊലേഷൻ റൂമുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. കൂടാതെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ആവശ്യമായ ഐസൊലേഷൻ വാർഡുകൾ ക്രമീകരിച്ചിട്ടുണ്ട്.